പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദു അബിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഇത് കണ്ടിട്ട് നവ്യക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. എന്നിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട്, നിന്നെ ഒരു അനിയത്തിയായി കിട്ടിയതിലാണ് എൻ്റെ ഏറ്റവും വലിയൊരു ശാപം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള അനിയത്തിമാരെയൊന്നും ആർക്കും കിട്ടരുത്, ദൈവം കൊടുക്കരുത് എന്നൊക്കെ ഇങ്ങനെ ശപിക്കുന്നുണ്ട് നവ്യ. അപ്പോൾ ആ സമയത്ത് അത് ശരി, ഇപ്പോൾ അനിയത്തിയായ എനിക്കാണോ കുറ്റം? നിങ്ങളുടെ ഭർത്താവ് തെറ്റ് ചെയ്തത് നിങ്ങൾക്ക് വിഷയമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എൻ്റെ അബി എന്ത് തെറ്റാ ചെയ്തിട്ടുള്ളത്? ഇതിനേക്കാളും വലിയ തെറ്റ് ചെയ്തവരൊക്കെ നീ വെറുതെ വിട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് നന്ദു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ സമയത്ത് അബിയെ നല്ലോണം ഇടിച്ചിട്ടും അടിച്ചിട്ടൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. അത് കണ്ടുകൊണ്ടാണ് നവ്യ അങ്ങോട്ടേക്ക് വരുന്നത്. അവിടെയും നവ്യ നന്ദുവിനോട് എതിർത്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷേ നന്ദു നല്ല മുട്ടൻ മറുപടി കൊടുത്തപ്പോൾ തന്നെ നവ്യ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ വീട്ടിലെത്തിയ ഉടനെ തന്നെ നയന ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്തിനാ ഇവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്? വെറുതെ അവിടെ പ്രശ്നം ഉണ്ടാക്കാനൊന്നും പോകരുതായിരുന്നു. നന്ദു എന്തായാലും ന്യായത്തിൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രശ്നവും ഇല്ലാതെ വെറുതെ അബി അറസ്റ്റ് ചെയ്യില്ല എന്നുള്ളത് ചേച്ചിക്ക് അറിയാലോ. നന്ദുവിൻ്റെ സ്വഭാവം ചേച്ചിക്ക് ചിന്തിച്ചറിയാലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നവ്യ പറയുന്നുണ്ട്, അതേടി നിൻ്റെയും അതുപോലെ നന്ദുവിൻ്റെയും സ്വഭാവത്തെക്കുറിച്ച് എനിക്ക് നല്ലോണം അറിയാം. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും എൻ്റെ ശത്രുക്കളാണ്. എൻ്റെ അബിയെ ഇല്ലായ്മ ചെയ്യാനാണല്ലോ നിങ്ങൾ നോക്കുന്നത്. ഒരു പ്രശ്നവും ഒരു തെറ്റും ചെയ്യാത്ത അവനെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഞങ്ങളെ വെറുതെ വിട്ടൂടെ? ഞങ്ങളെ പിന്തുടർന്നത് എന്തിനാ എന്നൊക്കെ ഇങ്ങനെ നവ്യ ചോദിക്കുന്ന സമയത്ത് തന്നെ നയന പറയുന്നുണ്ട്, നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ വെറുതെ വിടുമല്ലോ. നന്ദു അങ്ങനെ കാര്യമില്ലാതെ ആരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാറില്ല. പിന്നെ എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിലും അങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ഇടമല്ലല്ലോ പോലീസ് സ്റ്റേഷൻ. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നന്ദു അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് ചേച്ചിക്ക് പിന്നീട് മനസ്സിലായിക്കോളും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് ജലജയും വന്നിട്ട് കാര്യത്തിൽ സംസാരിക്കുന്നത്. എൻ്റെ മകനെ അറസ്റ്റ് ചെയ്യിച്ചപ്പോൾ നിനക്ക് സമാധാനമായല്ലോ, നീ അതിനാണല്ലോ നടന്നുകൊണ്ടിരുന്നത്. അവൻ്റെ ഭാര്യയായ ഇവക്ക് എത്ര സങ്കടമായിട്ടുണ്ടെന്നറിയാമോ? എനിക്ക് എത്ര സങ്കടമുണ്ടെന്ന് അറിയാമോ? വെറുതെ ഓരോന്ന് ചെയ്യുകയാണ്. ഇവിടെ തെറ്റ് ചെയ്യുന്നവരെ ഒന്നും ശിക്ഷിക്കുകയോ ഒന്നും ചെയ്യില്ല. അവരെ പുണ്യാളനായിട്ട് കൊണ്ട് നടക്കുകയാണ്. അതിനെ അംഗീകരിച്ച് നിൽക്കുന്ന ഒരു ഭാര്യയുമാണ്. ഇപ്പോൾ എൻ്റെ മകൻ അറസ്റ്റ് ചെയ്യിക്കാൻ എന്തൊരു ചങ്കൂറ്റമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരോടും എനിക്കിപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല. പിന്നെ അബിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്. അവന് തെറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും നന്ദു തന്നെ നിങ്ങളോട് പറഞ്ഞോളും എന്നൊക്കെ നയന പറയുകയാണ്. നവ്യ മുകളിലോട്ട് കയറി പോവുകയാണ്. പിന്നീട് ഭക്ഷണം കഴിക്കാനോ ഒന്നും തന്നെ നവ്യ താഴത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇവരോടുള്ള പ്രതിഷേധത്തിന് തന്നെ നവ്യ പട്ടിണി കിടക്കുകയാണ്. ഒടുവിൽ നവ്യ വരാതായപ്പോൾ നവ്യയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ഭയം തോന്നിയപ്പോൾ നയന ഇക്കാര്യം മുത്തശ്ശനോട് പറയുന്നുണ്ട്. മുത്തശ്ശ, ചേച്ചി ഇതുവരെ ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല. അബിയേട്ടനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിന് ശേഷം ഒരു തുള്ളി വെള്ളവും കുടിച്ചിട്ടില്ല. പ്രതിഷേധവുമായിട്ട് നിൽക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ അത് ശരി, അവൾ എന്തിനാ തിന്നാതെയും കുടിക്കാൻ നിൽക്കുന്നത്? അവനെ തെറ്റ് ചെയ്തിട്ടല്ലേ അവൻ അറസ്റ്റ് ചെയ്തേക്കുന്നത്, അല്ലാതെ വെറുതെ പോയിട്ട് അറസ്റ്റ് ചെയ്യുകയൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ട്, അത് മനസ്സിലാവാൻ പിന്നെ എന്താ ചെയ്യുക? എന്തായാലും മുത്തശ്ശനൊന്നും സംസാരിക്കും, ഇതുവരെ ചേച്ചി ഒന്നും കഴിച്ചിട്ടില്ല, കഴിക്കാതെയും കുടിക്കാതെ ഇരിക്കുകയാണ്, എന്തെങ്കിലും സംഭവിച്ചു പോകുമെന്നുള്ളൊരു പേടി എനിക്കുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് മുത്തശ്ശൻ നവ്യയോട് പോയി സംസാരിക്കുന്നുണ്ട്. നവ്യ അബിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കയർത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, അവന് വേണ്ടിയിട്ട് ഇനി നിങ്ങളുടെ നാവിൽ നിന്നും എന്തെങ്കിലും ഉയർന്നാൽ പിന്നെ നിങ്ങൾ പോലും ഇവിടെ ഉണ്ടാവില്ല, ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. അതിനെക്കൊണ്ട് അവൻ്റെ കാര്യം പറഞ്ഞ് ഇവിടെ ആരും സംസാരിക്കുകയോ ആരെയും കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത്. പിന്നെ നന്ദു അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള അനുവാദം ഞാൻ കൊടുത്തിട്ട് തന്നെയാണ്. അതിനെക്കൊണ്ട് തന്നെ എനിക്ക് മീതെ ആരും സംസാരിക്കാൻ വരണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നവ്യ പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. നിങ്ങളെല്ലാവരും കൂടി എൻ്റെ ഭർത്താവിനെ കൊലയ്ക്ക് കൊടുക്കാൻ പോവുകയാണല്ലേ, എൻ്റെ കുഞ്ഞിനെ അച്ഛനില്ലാത്തവനാക്കാൻ പോവുകയാണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വാതിൽ അടയ്ക്കുകയാണ്. അവർക്ക് മുന്നിൽ വാതിലടച്ചിട്ട് എല്ലാവരെയും ഞാൻ കാണിച്ചു തരാം, ഞാൻ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് നവ്യ വാതിലടയ്ക്കുന്നത്. ആ സമയത്ത് നയന ഒന്ന് പേടിച്ചിരുന്നു. കാരണം നവ്യ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ തീരുമാനിച്ചാൽ അത് ചെയ്യുന്ന സ്വഭാവക്കാരിയാണ്. അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ആ ഒരു ഭയം നയനയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ നവ്യ വാതിലടച്ചപ്പോൾ അവരെ തട്ടി തുറക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും നവ്യ ഫലമായിട്ട് തന്നെ അത് പിടിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ അടുക്കലേക്ക് ആരും വരണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് നവ്യ വാതിൽ കുറ്റിയിടുകയാണ്. ആ സമയത്ത് ഫാനുമലേക്ക് ഇങ്ങനെ നോക്കിയിട്ട്
ഒരു കയറൊക്കെ എടുത്ത് കെട്ടിയിട്ട് ഇങ്ങനെ ഫാനുമിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അതേസമയം നമ്മുടെ നയന അനിയോട് ഇക്കാര്യത്തെക്കുറിച്ചും അവൾ വാതിലടച്ചിരിക്കുന്ന കാര്യത്തെക്കുറിച്ചും ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇനി ഏട്ടത്തി എന്തെങ്കിലും അപകടം ചെയ്യുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ട് അവൾ ദേഷ്യം വിളിച്ചാൽ എന്താ ചെയ്യാന്നുള്ളത് അറിയില്ല, അതിനെക്കൊണ്ട് തന്നെ ഒരു ഭയം എനിക്കുണ്ട് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പിന്നീട് വാതിൽ തുറക്കാതായപ്പോൾ നമ്മുടെ അനി വാതിൽ തള്ളി തുറക്കുകയാണ്. ആ സമയത്ത് നവ്യ ഫാനിൽ കയർ കുരുക്കിട്ടിട്ട് ഇങ്ങനെ കഴുത്തിലോട്ട് ഇടാനുള്ള ഒരു പുറപ്പാടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് അനി അവർ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും നയനയൊക്കെ ചേർന്ന് പിന്തിരിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നയന ഒടുവിൽ പറയുന്നുണ്ട് ചേച്ചി ഒരു കാരണമില്ലാതെ അഭിയേട്ടനെ അറസ്റ്റ് ചെയ്യില്ല, അങ്ങനെ നന്ദു ഒരിക്കലും ചെയ്യില്ല, അത് ചേച്ചി അറിയും. പിന്നെ എല്ലാ സത്യവും ചേച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അഭിയേട്ടൻ്റെ കൂടെ ഒരിക്കലും ചേച്ചി ജീവിച്ചിരിക്കില്ല, അഭിയേട്ടൻ്റെ ഭാര്യയായിട്ട് തന്നെ തുടരില്ല, അതുകൊണ്ടാണ് ഞങ്ങളെല്ലാം പറയാൻ മടിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അനിയും പറയുന്നുണ്ട് ഏട്ടത്തി ഇങ്ങനെ ഇനിയും മുഴുവനാക്കാണ്ട് കാര്യങ്ങളൊക്കെ പറയാം, കാരണം ഏട്ടത്തി എന്തായാലും അറിയണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് മോളെ ആ സമയത്ത് നയന നവ്യയോട് പറയണം എൻ്റെ ആദർശേട്ടനെ ഇപ്പോൾ ഇങ്ങനെ തലയും താഴ്ത്തി നടക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കാരണക്കാരി അഭി തന്നെയാണ്. അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചേച്ചിനോട് ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഇപ്പോൾ പ്രധാനമായിട്ടും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്നലെ ഇവിടെ കൊണ്ടുവന്ന പാമ്പ് അഭിയേട്ടൻ കൊണ്ടുവന്നത് തന്നെയാണ്. അതിനുള്ള തെളിവുകൾ ദാനിയുടെ കയ്യിലുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ പാമ്പാട്ടിയുടെ പറയുന്ന കാര്യങ്ങളൊക്കെ നവ്യക്ക് കേൾപ്പിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഈ നമ്മുടെ ജ്വല്ലറിയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയതിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ തെളിവുകൾ നവ്യക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നവ്യ പറയുന്നുണ്ടോ ഇതൊക്കെ ഇപ്പോൾ വലിയ തെറ്റാണോ, ആരായാലും ഒരു സ്ഥാനം കൊടുത്തിട്ടില്ലെങ്കിൽ ചെയ്ത് പോകുമല്ലോ, ഇത് ഇത്ര വലിയ പ്രശ്നമാക്കാനൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ട് ചേച്ചി എന്തൊക്കെയായി പറയുന്നത്, ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ, സ്വന്തം ജ്വല്ലറിയിൽ തിരുമറി നടത്തുന്നതും ഈ വീട്ടിലെ ഒരാളെ കൊല്ലാൻ നോക്കുന്നതും ഒന്നും തെറ്റല്ലേ, പിന്നെ ചേച്ചി ഒന്നും കൂടെ അറിഞ്ഞോ എന്നെയാണ് കൊല്ലാൻ നോക്കിയത്, എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാനും ഞാൻ മരിച്ചു പോകാനുമാണ് അഭിയേട്ടൻ ഇങ്ങനെ ചെയ്തത്, എന്നിട്ടും ചേച്ചിക്കൊന്നും തോന്നുന്നില്ലെങ്കിൽ ചേച്ചിക്ക് എന്നോടൊരു സ്നേഹമില്ല എന്നാണ് അർത്ഥം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, അതിപ്പോൾ ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങളെ കാണിക്കുന്നതാണ്. ആ കാണിക്കുന്ന സമയത്ത് പിന്നെ നിങ്ങൾ എന്താ ചെയ്യാന്നുള്ളത് ഞങ്ങൾക്ക് നല്ല ടെൻഷനുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നും പറയാത്തത്. എന്തായാലും അഭിയെ നിങ്ങൾ വിശ്വസിക്കേണ്ട, അത്ര മനസ്സിലാക്കുക. പിന്നെ ചന്തുമോളുമായിട്ട് അഭിക്ക് നല്ലൊരു ബന്ധവും ഉണ്ട് എന്നുള്ളത് മാത്രം ഇപ്പോൾ മനസ്സിലാക്കിയാൽ മതി. ബാക്കിയുള്ളതൊക്കെ വ്യക്തമായ തെളിവോടെ ചേച്ചിക്ക് പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് പോവുകയാണ്. ആ സമയത്ത് നവ്യയ്ക്ക് ആണെങ്കിൽ മനസ്സിൽ വല്ലാത്തൊരു സംശയമൊക്കെ വരികയാണ്, അതെന്താ ചന്തമോളുമായിട്ട് അഭിക്ക് ബന്ധമുണ്ട് എന്ന് ഇവൾ പറഞ്ഞത് എന്നുള്ളൊരു സംശയമൊക്കെ വരികയാണ്. അങ്ങനെ മുത്തശ്ശനും പറയുന്നുണ്ട് നവ്യ ഇതുപോലുള്ള പ്രവർത്തികൾ ഇനി ചെയ്യാനാണ് നിൻ്റെ ഭാവമെങ്കിൽ നീ വീട്ടിൽ പോയി നിൽക്കുന്നതാണ് നല്ലത്, അല്ലാതെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്താൽ അതിൻ്റെ കുറ്റം തലയിലേറ്റി വെക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല, വയസ്സും പ്രായവുമായ ഞങ്ങൾക്ക് കുറച്ചെങ്കിലും സ്വസ്ഥതയും സമാധാനവും വേണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശന് വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് നവ്യൻ ചിന്തിക്കുന്നുണ്ട് ഈശ്വര ഇനിയിപ്പോൾ ഞാനും അഭിക്ക് പിന്നാലെ ഇവിടെ നിന്ന് പുറത്താകുമോ എന്നുള്ള ആ ഒരു ഭയം നവ്യയുടെ ഉള്ളിലേക്ക് വരികയാണ്. പിന്നീട് നയന ചന്തുമോളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നവ്യ ഇങ്ങനെ ഓർക്കുകയാണ്, അതെന്താ അവൾ അങ്ങനെ പറഞ്ഞത് എന്നുള്ളത്.